ഹലോ ഗായ്സ്, MS വേർഡിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് MS വേർഡിന്റെ അലൈൻമെന്റിനെ കുറിച്ചാണ്. മൂ- മൂന്ന് തരം അ- നാല് തരം അലൈൻമെന്റുകളുണ്ട്. ഒന്ന് ലെഫ്റ്റ് അലൈൻമെന്റ്, രണ്ട് റൈറ്റ് അലൈൻമെന്റ്, മൂന്ന് സെൻട്രൽ അലൈൻമെന്റ്, നാല് ജസ്റ്റിഫൈ തുടങ്ങിയവയെ കുറിച്ചാണ് ഇന്ന് ഈ പാഠഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ എടുക്കാം. സ്റ്റാർട്ട് ബട്ടണിൽ പോയി MS വേർഡ് എടുക്കാം. MS വേർഡ് എടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്നൊരു മെനു കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊരു പാരഗ്രാഫ് വേണം. അതിനായി #rand ബ്രാക്കറ്റ് കൊടുക്കുക. ഇപ്പോൾ ഒരു സെന്റൻസ് വന്നിരിക്കുന്നു, ഇത് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം എന്താണ് അലൈൻമെന്റ് ലെഫ്റ്റ്, അലൈൻമെന്റ് സെന്റർ, അലൈൻമെന്റ് റൈറ്റ്. അലൈൻമെന്റ് ലെഫ്റ്റ് കൊടുത്താൽ ഈ ഭാഗമെല്ലാം കൃത്യമായി വരുന്ന കാണാം. ഭാഗമെല്ലാം ഈക്വൽ ആയിട്ട് വരുന്ന കാണാം. ലെഫ്റ്റ് ഭാഗം ഡിഫാൾട്ടായി ലെഫ്റ്റ് അലൈൻമെന്റ് ആണുള്ളത്. ഇതിൽ ലെഫ്റ്റ് അലൈൻമെന്റ് ആണുള്ളത്. ഇനി ഇത് സെൻട്രൽ അലൈൻമെന്റ് ആയി കൊടുക്കണമെങ്കിൽ സെൻട്രൽ അലൈൻമെന്റ് ആയി കൊടുക്കാം. സെൻട്രൽ ക്ലിക്ക് ചെയ്ത് ഇനി ഇത് റൈറ്റ് അലൈൻമെന്റ് ആയി കൊടുക്കണമെങ്കിൽ റൈറ്റ് അലൈൻമെന്റ് ആയി കൊടുക്കാം. വലതുവശത്ത് ക്ലിയർ ആയി ഈക്വൽ ആയി വരുന്നത് കാണാം. അതുപോലെ ജസ്റ്റിഫൈ ആണ് വേണമെങ്കിൽ രണ്ട് ഭാഗത്തും കൃത്യമായി വരുന്നത് കാണാം. ഇനി ഇതിന്റെ ടെക്സ്റ്റ് ഇപ്പോ കമ്പ്യൂട്ടർ എന്നൊരു ടെക്സ്റ്റ് കൊടുക്കണം. ഇതിന് സെൻട്രൽ ആയിട്ടാണ് വേണ്ടത്. അതിന് സെൻട്രൽ അലൈൻമെന്റ് കൊടുക്കുക. ഇതൊരു ടൈറ്റിലാണ്. സെൻട്രൽ അലൈൻമെന്റ് ആയി കൊടുക്കുക. അതുപോലെ ഈ ഭാഗം കൃത്യമായി വരണ്ടെങ്കിൽ ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുത്താൽ മതി. ഇനി ജസ്റ്റിഫൈ കൊടുക്കണമെങ്കിൽ രണ്ട് ഭാഗവും ഈക്വൽ ആയി വരുന്നതിനാണ് ജസ്റ്റിഫൈ കൊടുക്കുക. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു ക്ലാസ് വരുമ്പോഴേക്കും ബൈ ബൈ, സി യു.